അസ്സലാമലൈക്കും. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി ടീ ടൈം സ്നാക്കാണ്. ഇത് വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ തയ്യാറാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. അപ്പോൾ അത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ട് ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചോറിട്ട് കൊടുക്കാം. ഞാനിവിടെ ജയ അരിയുടെ റൈസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് റൈസാണ് ഉപയോഗിക്കുന്നത് അത് ഇതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനൊന്നും പ്രത്യേകിച്ചൊരു കണക്കൊന്നുമില്ല. ഇത് ഏകദേശം ഒരു 1.5 കപ്പ് റൈസ് വരും. ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഈ മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുകയാണ്. മൈദാമാവല്ല, കോൺഫ്ലോർ ആണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാനിവിടെ കുറച്ച് മല്ലിയില ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വളരെ കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മതി. പിന്നെ ഞാനിതിലേക്ക് 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങളുടെ ഓരോരുത്തർക്ക് എത്ര വേണം അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. അതായത് തരിതരിപ്പായിട്ട് പൊടിച്ച മുളകാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത്. ഇനി ഇത് നല്ലതുപോലെ കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇത് വെച്ചിട്ട് ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ പച്ചരിയുടെ ചോറാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് കുഴച്ചെടുക്കാൻ സാധിക്കും. നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കണം. ഇതിവിടെ ഞാൻ കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കും. അപ്പം ഇതുപോലെ നല്ലതുപോലെ കുഴച്ചെടുത്ത ശേഷമാണ് നമ്മൾ അരിപ്പൊടി ചേർക്കുന്നത്. അങ്ങനെ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനൊരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ നമ്മൾ ഇടിയപ്പത്തിനും പുട്ടിനും ഒക്കെ എടുക്കുന്നില്ലേ, ആ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആദ്യമേ ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പാകം കറക്റ്റ് വരത്തില്ല. അതുകൊണ്ടാണ് ഇത് കുഴച്ചെടുത്ത ശേഷം നമ്മൾ അരിപ്പൊടിയിലേക്ക് ചേർക്കുന്നത്. ഇത് നന്നായിട്ട് കുഴയ്ക്കാം. നിങ്ങളിങ്ങനെ നോക്കുക. നമുക്കിപ്പം ഇതൊരു പിടുത്തം കിട്ടുന്ന അത്രയാണ് ആ അരിപ്പൊടിയുടെ ഒരു കണക്ക്. ഒരുപാട് കൂടിപ്പോരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കുറച്ചൊരു കുഴഞ്ഞ പരുവത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അരിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഞാനിവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെങ്കിൽ ഈ ചോറ് നമ്മൾ ഈ കൈ കൊണ്ട് ഞാനിപ്പോൾ ഉടച്ചെടുത്തില്ലേ, അത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പം നമ്മളിങ്ങനെ എടുത്താൽ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ്. ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. കണ്ടോ? ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഞാനിവിടെ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ കയ്യിലും തടവിയിട്ട് ഈ ബട്ടർ പേപ്പറിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഇത്രയും മതിയാകും. 2 കയ്യിൽ ഞാനിവിടെ ഓയിൽ തേച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കണം. കണ്ടോ? ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇപ്പം ഈ ഒരു പരുവം കിട്ടണം. അതുവരെ നമ്മൾ ഈ ചോറ് നല്ലതുപോലെ ഉടച്ചിട്ട്, എനിക്കിവിടെ 1.5 ടേബിൾ സ്പൂൺ അരിമാവിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ കുറച്ച് കൂടുതൽ വേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചേർക്കുക. അതല്ല കുറവാണെങ്കിൽ കുറവ് ചേർക്കുക. ഇപ്പോൾ പച്ചരി ചോറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ അരിമാവൊക്കെ ചേർത്താൽ മതിയാകും. കണ്ടോ? ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കണം. ഇനി ഇത് നമ്മൾ ഈ ബട്ടർ പേപ്പറിൻ്റെ പുറത്തേക്ക് വെച്ച് കൊടുക്കാം. ഓരോ പ്രാവശ്യവും കുറച്ച് ഓയിലൊന്ന് കയ്യിലൊന്ന് തടവേണ്ടി വരും. കാരണം ഇത് ചോറല്ലേ, അപ്പോൾ കയ്യിൽ ഒട്ടും. ഇത്രയേ ഉള്ളൂ. ഈ ബാക്കിയിരിക്കുന്ന കൂട്ട് നമുക്ക് ഇതുപോലെ തന്നെ ഉരുട്ടി പരത്തി എടുക്കാം. ഇനി ഞാനിവിടെ കറുത്ത എള്ള് എടുത്തിട്ടുണ്ട്. ഈ എള്ള് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കും. കറുപ്പില്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം എടുത്താലും മതി. ഇനി എന്ത് ചെയ്യണമെന്ന് കൈ കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കണം.
സൈഡിൽ നമ്മൾ എള്ള് ചേർത്താൽ മതി. കണ്ടോ, ഇതുപോലാണ് ഇരിക്കുന്നത്. ബാക്കി ഇരുന്നത് പരത്തിയതാണ് ഇത്. ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് വെള്ള എള്ളും അതുപോലെ തന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ഇതിലൊക്കെ മാറ്റങ്ങൾ വരുത്താം. ഒരുപാട് ഇടണ്ട കേട്ടോ. ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുമ്പം കരിഞ്ഞു പോകും. കണ്ടോ, ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. ഞാൻ രണ്ടും കാണിച്ചു തരാം. കാണാമല്ലോ, ഇത് നമ്മൾ കറുത്ത എള്ളിട്ട് വെച്ചതാണ്. ഇത് ഞാൻ ചില്ലി ഫ്ലേക്സും വെള്ള എള്ളും കൂടി ചേർത്തതാണ്. നമുക്കിനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു കുഞ്ഞു ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. നമ്മൾ ഇതിൽ നിന്ന് ഇളക്കുമ്പം സൂക്ഷിച്ചിളക്കണം. കണ്ടോ, ഈസി ആയിട്ട് തന്നെ ഇളകി കിട്ടും. ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഇട്ടുടൻ ജസ്റ്റ് ഇതൊന്ന് ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുക്കണം. പൊടിഞ്ഞു പോരുത്. ഇതൊക്കെ നിങ്ങൾ കെയർഫുൾ ആയിട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നമ്മൾ ആ ചോറ് നല്ലതുപോലെ ഉടച്ചെടുക്കണം. ഇപ്പം നിങ്ങൾക്ക് അങ്ങനെ കൈകൊണ്ട് അത് ബുദ്ധിമുട്ടാണെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ബാക്കി ഞാൻ ചേർത്തതുപോലെ എല്ലാം കൂടി ചേർത്തിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. അതല്ലെങ്കിൽ ഞാൻ ചെയ്ത പോലെ ഇത് കൈകൊണ്ട് നല്ലതുപോലെ ഇത് പ്രസ് ചെയ്ത് ഉടച്ചെടുക്കുകയും ചെയ്യാം. ജസ്റ്റ് ഇത് ഒന്ന് റെഡിയായി വരുമ്പോഴേക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. തിരിച്ച് മറിച്ചു വിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അല്ലെ, നമ്മളിത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ സ്പൂൺ കൊണ്ട് കുത്തി ഇതിനെ ഡിസ്റ്റർബ് ചെയ്യരുത്. അതിൻ്റെ വഴിക്ക് വിടണം. അത് തന്നെ അതിൽ കിടന്ന് ഓടി റെഡി ആയിക്കോളും. അപ്പം ഇതിനിടയിൽ നമ്മളൊന്ന് തിരിച്ച് മറിച്ചു ഇട്ട് കൊടുത്താൽ മാത്രം മതി. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോൾ നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമ്മൾ മുകളിലിട്ട എള്ളാണ് ഈ എണ്ണയിലേക്ക് വന്നിരിക്കുന്നത്. അത് പ്രശ്നമൊന്നുമില്ല. ലാസ്റ്റ് നമ്മളിത് സ്റ്റിക്ക് ചെയ്ത് വെച്ചതല്ലേ, അപ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ പോവും. അതൊന്നും കണ്ട് നിങ്ങൾ ടെൻഷൻ ആവണ്ട. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയൊരു പാനിലാണ് നമ്മൾ എണ്ണയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതെങ്കിൽ 2-3 എണ്ണം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. പക്ഷേ ഇങ്ങനെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി സൗകര്യം. നമുക്ക് ആ ഒരെണ്ണം നല്ലോണം അത് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് അടുത്തത് ഇട്ടെടുക്കുന്നതായിരിക്കും നല്ലത്. മറിച്ചിട്ട ശേഷം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. ഇത് ലാസ്റ്റ് സ്റ്റേജിലാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ റെഡിയായി വരുന്നുണ്ട്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഞാനിത് ഇതുപോലെ ചെറിയൊരു ഉരുളി എടുത്തതെന്ന് വെച്ചാൽ ആ ചൂട് നല്ലതുപോലെ മെയിൻറ്റെയിൻ ചെയ്യും. അതുകൊണ്ടാണ് അതെടുത്തത്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുമ്പ് ചട്ടി വേണമെങ്കിലും എടുക്കാം. എനിക്ക് ഇങ്ങനെ, ഞാൻ എപ്പോഴും പറയുമല്ലോ, ഇതുപോലെയുള്ള ട്രഡീഷണൽ ഐറ്റംസ് വളരെ ഇഷ്ടമാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിൽ ഇതൊന്നും ഇല്ലെങ്കിൽ നോൺ സ്റ്റിക്ക് പാനിലും നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു സ്നാക്കാണ്. അപ്പോൾ ഇനി ഇത് ഞാൻ എണ്ണയിൽ നിന്ന് മാറ്റുവാണ്. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇതൊട്ടും എണ്ണ കുടിക്കുകയോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. കണ്ടോ, ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. ഇത് തണുത്ത ശേഷം ഞാൻ കാണിച്ചു തരാം. ഇതിനെ ഇനി ഞാനൊരു സ്റ്റെയിനറിലേക്ക് മാറ്റുവാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ടീ ടൈം സ്നാക്ക് ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇത് വളരെ ടേസ്റ്റിയാണ്. ഞാനിവിടെ ഇത് മയണൈസും കൂട്ടിയിട്ടാണ് കുട്ടികൾക്ക് സെർവ് ചെയ്യുന്നത്. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇത് ഇഷ്ടമാണെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈസി റെസിപ്പികൾക്കായി സലു കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. ഞാൻ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ടോ, നമ്മൾ ചില്ലി ഫ്ലേക്സും വെള്ള എള്ളും കൂടി ഇട്ടെടുത്തതാണ്. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ ഉൾഭാഗം ഇതുപോലെയാണ് ഇരിക്കുന്നത്. ശരിക്കും നല്ല ഒരു ടേസ്റ്റാണ്. നമ്മൾ ചോറ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു സ്നാക്കാണെന്നും പറയത്തേ ഇല്ല. അത്ര ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഈസി അല്ലേ? നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.